PP ദേവിയുടെ ഭർത്താവിന്റെ പേരിൽ ഒരേ സ്ഥലത്ത് കൃത്യമായി സ്ഥലം വാങ്ങിയതിന്റെ രേഖകൾ സഹിതമാണ്. 11 കോടിയിലധികം രൂപയുടെ കരാർ പ്രൈവറ്റ് കമ്പനിക്കാണ് ഈ കരാറുകൾ മുഴുവൻ നേരിട്ട് പോയിരിക്കുന്നത്. ടെൻഡർ ഇല്ലാതെ നിർമ്മിതി കേന്ദ്രക്ക് നൽകി അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ നിർമ്മിതി കേന്ദ്രം മുൻപ് ഉപകരാർ നൽകിയതിൽ PP ദേവിയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ, അതായത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ നിയമപരമായി പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യക്കെതിരെ ഒരു ശക്തമായ ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ ഒരു അഴിമതി ആരോപണമാണ് PP ദിവ്യക്കെതിരായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. PP ദിവ്യയുടെ ഈ അഴിമതിയിൽ ജില്ലാ കളക്ടർക്കും പങ്കുണ്ട് എന്ന വാദവും അതിൽ ശക്തമാണ്. നിലവിൽ ഈ അഴിമതി ആരോപണം കൊണ്ടുവന്നിട്ടുള്ളത് KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ഷമാസ് ആണ്. മുഹമ്മദ് ഷമാസ് തന്നെ വിവരങ്ങൾ വ്യക്തമായി M5 ന്യൂസിനോട് പറയുകയുമുണ്ടായി. അദ്ദേഹം ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിന്റെ കീഴിൽ കരാർ നൽകിയതിൽ 11 കോടിയുടെ കരാർ അഴിമതിയാണ് PP ദിവ്യയെ നടത്തിയിട്ടുള്ളത്. PP ദിവ്യയുടെ ഭർത്താവ് അജിത്തും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആസിഫും ചേർന്ന്, അതായത് PP ദിവ്യ ബിനാമിയായിട്ടുള്ള ഒരു സ്ഥാപനം, അതിൽ PP ദിവ്യയുടെ ഭർത്താവിന് കൈയുണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ആസിഫിന് കൈയുണ്ട്. അവർ ചേർന്നുകൊണ്ട് കണ്ണൂരിലെ പാലക്കയം തട്ടിൽ 4 ഏക്കർ ഭൂമി വാങ്ങിയിരിക്കുന്നു. അവിടെ ആ വസ്തു വാങ്ങിയതിലൊക്കെ വലിയ അഴിമതി ഉണ്ട്, ആ കരാറിൽ വലിയ അഴിമതി ഉണ്ട് എന്നതടക്കമുള്ള വാദമാണ് മുഹമ്മദ് ഷമാസ് മുൻപോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം കർട്ടൺ ഇന്ത്യ എയർലൈൻസ് കമ്പനി ഡയറക്ടറായ ആസിഫ്, അദ്ദേഹമാണ് ഈ PP ദിവ്യയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത്, അതായത് അജിത്തിന്റെ സുഹൃത്ത്. അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിനാണ് കരാർ നൽകിയിരിക്കുന്നത്. 10.47 കോടി രൂപയുടെ കരാറിലാണ് ഇപ്പോൾ അഴിമതി ആരോപണവുമായി KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹം M5 ന്യൂസിനോട് പങ്കുവച്ച ആ അഴിമതി ആരോപണം ഇങ്ങനെയാണ്. അതായത് ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തികളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കരാറുകൾ നൽകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ പ്രത്യേക ചില വർഷത്തിൽ ഉൾപ്പെടെ കൃത്യമായി നിർമ്മിതി കേന്ദ്ര എന്ന് പറയുന്ന ഒരു സർക്കാർ അംഗീകൃത ഏജൻസിക്ക് പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്നത് അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞ PP ദിവ്യയുമായൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. നവീൻ ബാബുവിന്റെ വിഷയത്തിലൊക്കെ പ്രതിക്കൂട്ടിൽ നിന്ന ജില്ലാ കലക്ടർ തന്നെയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ. അതോടൊപ്പം തന്നെ ഈ കരാർ പ്രവൃത്തികളെല്ലാം നൽകുന്ന ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ PP ദിവ്യ ഉൾപ്പെടുന്ന ഒരു ഗവേണിംഗ് ബോഡി കൂടിയാണ് ഈ നിർമ്മിതി കേന്ദ്രയുടെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത്. അവരാണ് ഈ കരാറുകളെല്ലാം ഏറ്റെടുക്കുന്നത്. അത് ഉപകരാറുകൾ നൽകുകയാണ്. ഈ പറഞ്ഞ അതിൽ നിർമ്മിതി കേന്ദ്രം മുൻപ് ഉപകരാർ നൽകിയതിൽ PP ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട്. അങ്ങനെ പല കമ്പനികൾക്കും ഉപകരാറുകൾ നൽകുന്നു. അതിൽ വ്യാപകമായൊരു ക്രമക്കേടും അഴിമതിയും നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ പറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ പ്രവൃത്തി പല നിർമ്മാണ കരാറുകൾ ഏറ്റെടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും നേരിട്ട് ടെൻഡർ ഇല്ലാതെ നിർമ്മിതി കേന്ദ്രക്ക് നൽകി അതിന്റെ തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു സംശയത്തിന് നേരിടെ ആരോപണത്തിലേക്ക്. ടെൻഡർ വിളിച്ചതിന്റെ യാതൊരു രേഖകളും അപ്പോ ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലില്ല. ഈ ടെൻഡറിലൂടെ അല്ല, അത് കൃത്യമായി അംഗീകൃത ഏജൻസി എന്ന നിലയിൽ നേരിട്ട് തന്നെയാണ് ഈ പ്രവൃത്തികളെല്ലാം നൽകിയിട്ടുള്ളത് എന്ന് ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ രേഖകൾ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് തന്നെയാണ് അതിന്റെ തെളിവായി നിലനിൽക്കുന്നതും ഒഫീഷ്യലി പറയുന്നുണ്ട്. അപ്പോ ഈ വിഷയത്തിൽ PP ദിവ്യയുടെ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഭർത്താവിന് ഇങ്ങനെ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകൾ കാണിച്ചില്ലെങ്കിൽ നിയമപരമായി മുമ്പോട്ട് പോകും. അതിനെന്തായിരുന്നു എടുത്ത നിലപാട് എന്തായിരുന്നു? അതായത് ഈ PP ദിവ്യക്ക് ഇതിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇതല്ലാതെ പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലെ ടോയ്ലറ്റുകൾ അങ്ങനെയുള്ള നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് 11 കോടിയിലധികം രൂപയുടെ കരാർ PP ദിവ്യയുടെ നാട്ടുകാരനായ സ്വന്തം ബിനാമിയായ മുഹമ്മദ് ആസിഫ് എന്നയാൾ ഉടമസ്ഥനായിട്ടുള്ള കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് കമ്പനിക്കാണ് ഈ കരാറുകൾ മുഴുവൻ നേരിട്ട് പോയിരിക്കുന്നത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ നമ്മൾ പുറത്തു ജില്ലാ പഞ്ചായത്തിന്റെ ആധികാരികമായ രേഖയിൽ തന്നെ അതും വ്യക്തമാക്കുന്നുണ്ട്.
ഈ ഈ പറഞ്ഞ ഈ കോടികളൊക്കെ ഒരു വശത്ത് നൽകുമ്പോഴും ഇതിന് സമാന്തരമായി തന്നെ ബിനാമി സ്വത്തുക്കളും വാങ്ങിക്കൂട്ടുന്നുണ്ട്. PP ദിവയുടെ ഭർത്താവിന്റെ പേരിൽ ഉൾപ്പെടെ ഈ കമ്പനി ബിനാമി കമ്പനി ഉടമയുടെയും PP ദിവയുടെ ഭർത്താവിന്റെയും പേരിൽ ഒരേ സ്ഥലത്ത് കൃത്യമായി സ്ഥലം വാങ്ങിയതിന്റെ രേഖകൾ സഹിതമാണ്. അല്ലാതെ ഒന്നിക്കിൽ ഈ പറഞ്ഞ പോലെ വെറുതെ ആരോപണങ്ങൾ വരുമ്പോ തെളിയിക്കണം, നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പതിവ് ഡയലോഗുകൾ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് PP ദിവ്യ. അല്ലാതെ ഒരു വസ്തുതയും ആ വെല്ലുവിളിയിലില്ല. കാരണം ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത്, ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിച്ചത് കൃത്യമായ രേഖകൾ സഹിതമാണ്. ഈ പറഞ്ഞ PP ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത സാക്ഷാൽ ആധാരം എന്ന് നമ്മളൊക്കെ പറയുന്ന ആ ഡോക്യുമെന്റ് സഹിതമാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഈ വിഷയം ഉയർത്തിക്കാട്ടിയത്. ഇതിനി അതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ്? PP ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ സ്ഥലമുണ്ട്, ബിനാമി പേരിൽ ഉൾപ്പെടെ സ്ഥലമുണ്ട് എന്ന് വാങ്ങിയതിന് തെളിവുണ്ട്. ഇതിനപ്പുറത്തേക്ക് എന്ത് തെളിവാണ് PP ദിവ്യക്ക് വേണ്ടതെന്ന് അറിയില്ല. നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ തന്നെ PP ദിവ്യ വെല്ലുവിളിച്ചിരുന്നു. ഇതുവരെയും എനിക്കിത് ഒരു നിയമ നടപടിയും സ്വീകരിച്ചതായി ഒരു വിവരവും എനിക്കില്ല. ദിവസങ്ങൾ ഇത്രയും പിന്നിട്ടു. ഇപ്പോഴും PP ദിവ്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നിനു പോലും മറുപടി നൽകിയിട്ടില്ല. കേവലം അവർ ഈ പറഞ്ഞ ഫേസ്ബുക്കിലൂടെ ട്രോളുന്നു, മുഖ്യമന്ത്രിയാണ് എന്റെ ഹീറോ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിനപ്പുറത്തേക്ക് ഞാൻ ഉന്നയിച്ച ഒരു ആരോപണത്തിന് പോലും, വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ഉയർത്തിക്കുന്ന തെളിവുകൾക്ക് പോലും അവരൊന്ന് മറുപടി പറഞ്ഞതായിട്ടോ അതിനെ ന്യായീകരിച്ചതായിട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. തീർച്ചയായും PP ദിവ്യ തന്നെ പറഞ്ഞല്ലോ, നിയമപരമായിട്ടാണ് ഇതിനെ നേരിടുന്നത്. അങ്ങനെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഉൾപ്പെടെ അടിയന്തരമായി അടുത്ത ദിവസം പരാതി ഉൾപ്പെടെ നൽകും. നിയമ നടപടികളിലേക്ക് തന്നെ കൃത്യമായ അഴിമതിയും അനധികൃത സ്വത്ത് സമ്പാദനവും ഒക്കെയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. ആ രീതിയിലേക്കുള്ള നിയമപരമായ കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോകും.